കിച്ചനെ പറ്റിയിട്ട് രണ്ടു വാക്ക്. കിച്ചൺ ഇഷ്ടമായിട്ട് കിച്ചണിൽ കിടന്ന ടീമുണ്ട്. വ്യൂ കട്ടാവുന്ന രീതിയിലുള്ള ഈ ഒരു വർക്കും വളരെ രസകരമായിട്ടാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. PU ചെയ്താണ് ഇത്. അഡീഷണൽ ടേബിളിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഈ ഒരു വലിപ്പ് ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കണി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് തുറന്നിടാം. റിനോവേറ്റ് ചെയ്ത വീടാണ്, അത് മനസ്സിലാവാത്ത രീതിയിലാണ് ഇതിലുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ശ്രീമതി പൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. പൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അതന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. അപ്പൊ 2-3 മാസമായിട്ട് ഞങ്ങൾ ചെറിയൊരു വർക്കിലായിരുന്നു. നിങ്ങൾ ഇടയ്ക്ക് റീൽസ് മല്ലുകപ്പള്ളി നമ്മുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വർക്കിന്റെ ഫിനിഷിംഗ് സ്റ്റേജ് കഴിഞ്ഞു. അവരുടെ ഹൗസ് വാമിങ് കഴിഞ്ഞു. ഇന്നിപ്പോൾ അവിടെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു വീഡിയോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ നമ്മളൊന്ന് കാണിക്കാം. വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്ന് പൊതുവെ അഭിപ്രായം വന്നതാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. സീൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഡിസൈനിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഈ ഒരു ക്ലാഡിംഗ് വർക്ക്. ഇത് നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോൺ കൊണ്ടാണ് ഇവിടെ ഇത് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ വരാന്തയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ക്ലാഡിംഗ് ടൈപ്പ് വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. ചെറിയ ഗ്രൂ ഇട്ടിട്ടാണ് ഈ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ഉള്ള സ്പോട്ട് ലൈറ്റുകൾ, സ്ട്രിപ്പ് ലൈറ്റ് ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. നല്ല കാറ്റുള്ള ഏരിയയാണ്. ആ കാറ്റ് ഉള്ളിലേക്ക് അടിക്കുന്നതിന് വേണ്ടി ഇത് ബാക്ക് സൈഡിലെ അടുക്കള വരെ, അടുക്കളയും കഴിഞ്ഞ് അടുക്കളയുടെ വരാന്ത വരെ ഈ ഒരു എയർ സർക്കുലേഷൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇത് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പൂജാമുറിയാണ് കാണാൻ കഴിയുക. കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട്. അടിയിലവിടെ കുറച്ച് ഭാഗങ്ങളോട് ഇവിടെ ഉണ്ട്. വിഷുവൊക്കെ വരുമ്പോൾ നമ്മൾ കണി വെക്കുന്ന സംഭവം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അഡീഷണൽ ടേബിളിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഈ ഒരു വലിപ്പ് ഇവിടെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കണി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് തുറന്നിടാം. ഇപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ മല്ലുകപ്പളിൻ്റെ വീട്ടിൽ സോഫ കൊടുക്കുക എന്നുള്ളത്. ഞങ്ങൾ പ്രൊഡക്ഷൻ ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് അത് സോഫ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു വിഷമമല്ല. ഞങ്ങൾക്ക് 4 യൂണിറ്റ് സോഫയുടെ മാത്രമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു സോഫ പ്രൊഡക്ഷൻ എടുത്താണ്. ആ ഒരു സോഫയാണ് ഒരു ലോഞ്ചർ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വളരെ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. അവിടെ അനുയോജ്യമായതിൽ ഇന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ സ്വന്തം ഐഫയുടെ സ്വന്തം പ്രൊഡക്റ്റാണ് ഈ ഒരു കോഫി ടേബിള്. TV യൂണിറ്റ് അവിടെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മെറ്റൽ ആർട്ടിന്റെ ഒരു കാലമാണ്. മുമ്പൊക്കെ മെറ്റൽ ആർട്ട് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് തന്നെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ചുമരിന്റെ ഭംഗി കളയാതെ ഇനി ഒരു വാൾപേപ്പറും കൂടി ഇവിടെ വരാനുണ്ട്. വാൾപേപ്പറും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഭംഗി കളയാതെ തന്നെ നമുക്ക് സ്ഥാപിക്കാവുന്ന ഒരു ആർട്ട് വാൾ ഹൈലൈറ്റ് പ്രൊഡക്റ്റുകളാണ് മെറ്റൽ ആർട്ടുകൾ. ഇഷ്ടം പോലെ കളറുകളിൽ, ഇഷ്ടം പോലെ മോഡലുകളിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. മെറ്റൽ ആർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സോഫയുടെ പ്രൈസ്, മേക്കിംഗ്, അതുപോലെ ഇത് ഹോൾസെയിലായിട്ട് എവിടെ നിന്ന് കിട്ടും, അത്തരം കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ലഭ്യമാണ്. വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു സീലിംഗ് വർക്കാണ്. ഈ സീലിംഗ് വർക്ക് ജിപ്സം പ്ലസ് പാർട്ടിക്കിൾ ബോർഡ് അതുപോലെ ലാമിനേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ കോവ് ലൈറ്റുകൾ കൊടുത്തത് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ശരിക്ക് ലിവിങ് ഏരിയ സെപ്പറേഷനാണ് ഈ ഒരു ഫാമിലി വർക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ ഒരു വ്യൂ കട്ടാവുന്ന രീതിയിലുള്ള ഈ ഒരു വർക്കും വളരെ രസകരമായിട്ടാണ് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. PU ചെയ്താണ്. ഇത് ലാമിനേഷനാണ്. ഇത് PU പെയിന്റ് അടിച്ചിട്ടാണ് ഈ ഒരു ജാലി ക്രമീകരിച്ചിട്ടുള്ളത്. ഇതാണ് മല്ലുകപ്പളിന്റെ കിച്ചൺ. കളറൊക്കെ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിന്റെ റീൽസ് ഒക്കെ മുമ്പ് വന്നിട്ടുണ്ട്. ഗംഭീര കിച്ചണാണ്. ഡീറ്റെയിലുകളൊക്കെ പറയുന്നതിന് വേണ്ടി അഭിപ്രായം ആദ്യം ചോദിക്കാം. കിച്ചനെ പറ്റിയിട്ട് 2 വാക്ക്. കിച്ചൺ ഇഷ്ടമായിട്ട് കിച്ചണിൽ കിടന്ന ടീമുണ്ട്. നമ്മള് അടുക്കളയിലായിരിക്കും കൂടുതൽ വീഡിയോസ് വരിക. ഞാൻ ആദ്യം നമ്മുടെ ഗ്രൂപ്പ് കയറി നോക്കിയാൽ അറിയാൻ പറ്റും. എന്റെ കുറെ കലാവിരുദ്ധകളൊക്കെ ഐഡിയാസ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വട്ടം ഡിസൈൻ ചെയ്തു, അത് എന്തൊക്കെയൊക്കെയോ തോന്നി വേണ്ട. രണ്ടാമത് ഡിസൈൻ ചെയ്തു, അതല്ലാതെ എന്തൊക്കെയൊക്കെയോ കളറ് എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല. അന്നേരമാണ് ഞാൻ ഇങ്ങനെ ഒരു കളർ സെമിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇതിന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സിൽവർ കോട്ടിങ് ആയിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സെമിച്ചേട്ടൻ പറഞ്ഞത് വേണ്ട, ബ്ലാക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഫൈനൽ ചെയ്തത് ഈ കളർ കിട്ടിയത്. കളർ തമ്മിലുള്ള ബ്ലെൻഡിങ് വന്നു. അപ്പോഴാണ് ഈ ഇത് എടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കോൺട്രാസ്റ്റ് വരുമ്പോഴേ. ഇപ്പൊ സിൽവർ കൊടുക്കാം. സിൽവർ കൊടുത്താൽ രണ്ടും ലൈറ്റ് കളറല്ലേ, അപ്പൊ എടുത്ത് കാണിക്കില്ല. ശരിക്കും ഇതൊക്കെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പമില്ല. ഇതിന്റെ ഉള്ളിലുള്ള ഭംഗിയുള്ള ഭാഗങ്ങളോ നമുക്കിതൊന്നും ശരിക്കും കാണാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്.
അച്ഛനും അമ്മയുണ്ട് കേട്ടോ ഇവിടെ. അച്ഛനും അമ്മയോട് ഒന്ന് കിച്ചനെ പറ്റി ചോദിക്കാം. അവര് അമ്മോട് ചോദിക്കണം. നമ്മുടെ താരം. അമ്മ ഭയങ്കര താരാണ്. അമ്മേനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മേനെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അമ്മേനെയും അച്ഛനെയും പഴയ ഒരു കഷ്ടപ്പാടിന്റെ സ്റ്റോറികളൊക്കെ എപ്പോഴും പറയും. അതൊന്നും മറന്നിട്ട് അല്ലേ ഒരു കാര്യമില്ല അല്ലേ? ഇവരൊപ്പം കട്ടയ്ക്ക് കൂടണ്ടേ നിങ്ങള്? അമ്മയ്ക്ക് കിച്ചനെ പറ്റിട്ട് എന്താ അഭിപ്രായം? അമ്മോടല്ലേ ചോദിക്കുന്നത്? അഭിപ്രായം നല്ല അഭിപ്രായമാണ്. എന്റെ അഭിപ്രായത്തില് മൊത്തത്തിലേ ഇഷ്ടപ്പെട്ടു. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇത്ര റേറ്റ് ഒക്കെ പറയുമ്പോൾ എന്താ പേടിയായിരുന്നു. ഇപ്പൊ എനിക്ക് ഈ വീട് കണ്ടപ്പോ എന്റെ മക്കൾക്ക് സെറ്റാണ്. പിന്നെ എല്ലാവരും ഇക്കണ്ട ജനങ്ങൾ ഒരു 450-500 ആളോളം വന്നു കുറ്റൂശയ്ക്ക്. അവർക്കൊക്കെ വീട് പഴയ വീടാന്നേ അവർക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരാൾക്കും ഒരു കുഴപ്പം പറയാം. നന്നായിട്ട് ശ്രീമതിച്ച് പൊള്ളിച്ചുണ്ട് കേട്ടാന്ന് പറഞ്ഞു എല്ലാവരും. അത് കേട്ടപ്പോ അതന്നെയാണ് ഞങ്ങക്ക് കിട്ടുന്ന സന്തോഷം. ഈ ബ്ലാക്ക് പ്രൊഫൈലിനോടൊപ്പം തന്നെയാണ് ബ്ലാക്കിലാണ് ഈ അക്സറീസ് ഒക്കെ വന്നിട്ടുള്ളത്. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ചെറിയ രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വെളിച്ചം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതും ഈ കിച്ചണിൽ പോസിറ്റീവ് എനർജി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതും. പല വീടുകളിലും ഇത്തരത്തില് ഒരു ഷാൻലിയർ മേടിച്ചു വെച്ച് ലക്ഷങ്ങൾ ചെലവാക്കിയാല്, ഇവര് ലക്ഷങ്ങളൊന്നും ചെലവാക്കിയിട്ടില്ല. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് നമുക്ക് അടുത്ത് കാണാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇതിങ്ങനെ അടുത്ത് കാണാം. റിനോവേറ്റ് ചെയ്ത വീടാണ്. അത് മനസ്സിലാവാത്ത രീതിയിലാണ് ഇതിലുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും. ഗംഭീരമായിട്ടുള്ള ആ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇത്തരത്തിലുള്ള ടെക്സ്ചർ ഫിനിഷ് ഭംഗിയായിട്ടുണ്ട്. ചാരി ഇരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് കുഷൻ എഫക്ട് കോട്ടിന് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു 8 ഇഞ്ച് മാട്രസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കിടക്കുന്നതിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു വെന്റിലേഷൻ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്. 4 ഡോറിന്റെ ഒരു ഗ്രൻ അലമാരയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് എപ്പോഴും എടുക്കാവുന്ന ഭാഗങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ ക്ലോസ് ചെയ്യേണ്ടതില്ല. അത്യാവശ്യം ഡെപ്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പ്ലൈവുഡ് മൈക്കയിൽ ചെയ്തിട്ടുള്ളത്. പ്രീ ലാമിനേറ്റഡ് ബോർഡിൽ ചെയ്യുമ്പോൾ ഇത്ര ഡെപ്ത് കൊടുക്കാൻ പറ്റില്ല, ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള അലമാരകളൊക്കെ ഇങ്ങനെ ഡെപ്ത് വേണം എന്നുള്ളിടത്ത് നിർബന്ധമായും പ്ലൈവുഡ് മൈക്ക് തന്നെ ഉപയോഗിക്കാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ബെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ നന്നായി തന്നെ ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ലൂവർ നന്നായി ഇതിന് മുകളിൽ ഇതിന്റെ ഭംഗി, അവിടെയുള്ള കോമ്പിനേഷൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഈ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാത്റൂം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഒക്കെ തരംതിരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിവിടെ വളരെ നന്നായിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ, ഗ്ലാസ് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. ആ മാറ്റിയ ഒരു ഏരിയ ഇവിടെ തന്നെ നന്നായിട്ടൊരു GMന്റെ, ഇത് നമ്മൾ നിർദ്ദേശിച്ചാണ്, GMന്റെ ഒരു വീഡിയോ ചെയ്തതാണ്. GMന്റെ ഇത്തരത്തിലുള്ള നല്ല ഒരു എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. ഒരു വെന്റിലേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ബാത്റൂം ഒരു ബ്ലാക്ക് ക്രീം തീമിലാണ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയ വളരെ ഹൈലൈറ്റഡ് ഏരിയ ആയിട്ടാണ് ഇവിടെ ഹോൾ തന്നെ ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇവിടെ ടച്ച് സെൻസിറ്റിവിറ്റി ഉള്ള ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. വാഷ് ബേസിനും വളരെ സിമ്പിളായി ചെയ്തിട്ടുണ്ട്. ചെയറിന്റെ അടിവശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ എപ്പോഴും ഭംഗിയാണ്. ശരിക്കും ഇവിടെ തുറന്നു കിടന്നു കഴിഞ്ഞാൽ അവിടെ അഴുക്കും പൊടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിവിടെ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എടുക്കാവുന്നതോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പൺ സ്പേസ് ഇതിനകത്ത് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇത് പ്ലൈവുഡ് മൈക്കയിലാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലൊക്കെ ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4,46,000 ഇന്റീരിയർ ഡിസൈനേഴ്സും അതിൻ്റെ വർക്കേഴ്സൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ വീട് ഇന്റീരിയറും അതുപോലെ അതിൻ്റെ എലിവേഷനും അല്ലെങ്കിൽ സിവിൽ വർക്കും ഒക്കെ ചെയ്യാൻ ഞങ്ങളെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച പ്രിയപ്പെട്ട അജീഷിനും ഷോണിമയ്ക്കും അച്ഛനും അമ്മയ്ക്കും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഐഫയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുന്നു. ഐഫ ഇന്റീരിയേഴ്സിന്റെ ആളുകൾ നിങ്ങളുടെ പരിസരത്തൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ വീട് പുതിയതോ അല്ലെങ്കിൽ അത് റെനോവേഷൻ നടക്കുന്നതോ ആയിക്കോട്ടെ, ഞങ്ങൾ അതിൻ്റെ സ്കെയിൽ തന്നെ ഒന്ന് മാറ്റിത്തരാം. വീടിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് ഒന്ന് മാറ്റാൻ ഐഫയെ കോൺടാക്ട് ചെയ്യുക. കേരളം മുഴുവൻ ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ്. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും. അല്ലെങ്കിൽ സിവിൽ വർക്കും ഒക്കെ ചെയ്യാൻ ഞങ്ങളെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ച പ്രിയപ്പെട്ട അജീഷിനും ഷോണിമയ്ക്കും അച്ഛനും അമ്മയ്ക്കും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഐഫയുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുന്നു. ഐഫ ഇന്റീരിയേഴ്സിന്റെ ആളുകൾ നിങ്ങളുടെ പരിസരത്തൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ വീട് പുതിയതോ അല്ലെങ്കിൽ അത് റെനോവേഷൻ നടക്കുന്നതോ ആയിക്കോട്ടെ, ഞങ്ങൾ അതിൻ്റെ സ്കെയിൽ തന്നെ ഒന്ന് മാറ്റിത്തരാം. വീടിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് ഒന്ന് മാറ്റാൻ ഐഫയെ കോൺടാക്ട് ചെയ്യുക. കേരളം മുഴുവൻ ഞങ്ങളുടെ സർവീസ് ലഭ്യമാണ്. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയാകും.